പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? ഈ ദിവസം എങ്ങനെയുണ്ട്? ഒരു പുതിയ ദിവസം കാണുന്നത് വലിയൊരു സന്തോഷമല്ലേ? ഒരു പുതിയ മാസത്തിന്റെ 2-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ദൈവം ഈ പുതിയ മാസം കാണാനിടയാക്കി അത്ഭുതകരമായി നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടിരിക്കുന്നുവോ? ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഫിലിപ്പിയർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളെപ്പോഴും സന്തോഷത്തോടിരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വോക്ക് വിത്ത് ജീസസ് എന്ന പ്രോഗ്രാം എത്ര പ്രയാസപ്പെട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന് അത് രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു പോയി റെക്കോർഡ് ചെയ്ത് അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാവണം. നിങ്ങളുടെ ദുഃഖവും വേദനയും മാറി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാവണമെന്നതിന് വേണ്ടിയാണ് ദൈവം ഈ കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടിരിക്കണമല്ലേ? എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അതിനാലാണ് എപ്പോഴും സന്തോഷിപ്പിനെന്ന് ദൈവം പറയുന്നത്. എപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തോടിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? ഒരു സന്തോഷമുള്ള കാര്യം കേട്ടാൽ സന്തോഷമുണ്ടാകും. സന്തോഷമുള്ള ഒരു കാര്യം നടന്നാൽ സന്തോഷിക്കാനാവും. ദുഃഖമുണ്ടാക്കുന്ന കാര്യം നടക്കുന്നുവല്ലോ, മനോവേദനയുണ്ടാക്കുന്ന കാര്യം നടക്കുന്നുവല്ലോ. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ ഒരു ഭയമുണ്ടാകുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് സന്തോഷത്തോടിരിക്കാനാവുക എന്ന് ചിന്തിക്കുകയാണോ? യേശുവിൽ സന്തോഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യേശുവിൽ ആയിരുന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തോടിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് പൗൽ അപ്പോസ്തലനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണ്. ദൈവത്തിന്റെ ജനം എപ്പോഴും സന്തോഷത്തോടിരിക്കണം, അത് എഴുതി വയ്ക്കൂ എന്ന് പറഞ്ഞു. പൗൽ ഇത് എഴുതിയത് എവിടെ നിന്നാണ് എന്നറിയാമോ? കയ്യിലും കാലിലും ഒക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു വച്ചിരിക്കുകയായിരുന്നു. അന്യായമായി കുറ്റം ചുമത്തി തെറ്റായ കാര്യം പറഞ്ഞ് യേശുവിനെ അറിയിച്ചതിന് ജയിലിൽ അടച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു സന്തോഷിപ്പിൻ എന്ന്. എന്നാൽ തന്നെക്കുറിച്ച് അന്യായമായ കുറ്റാരോപണം ചെയ്ത് തടവിലടച്ചിരിക്കുകയാണല്ലോ എന്ന് പൗൽ ദുഃഖിച്ചില്ല. കണ്ടോ, അയാൾ സന്തോഷിച്ചിരുന്നെങ്കിലല്ലേ അങ്ങനെ പറയാനാവൂ. അതിനാൽ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ചുറ്റിലും പലതും നടക്കും. എന്നാൽ യേശു കൂടെ ഉണ്ടെങ്കിൽ പറയും സന്തോഷിപ്പിൻ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാനുണ്ടല്ലോ. അപ്പോൾ പരിതസ്ഥിതികൾ മാറും. അതിനാണ് യേശു. യേശുവിലായിരുന്നാൽ നിങ്ങൾക്ക് ഏതവസ്ഥയിലും എപ്പോഴും സന്തോഷത്തോടിരിക്കാനാവും. നാം സന്തോഷിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ തന്നെ ഏൽപ്പിച്ചത്. യെശയ്യാവ് 53:4 പറയുന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന്. നമ്മെ ദുഃഖിപ്പിക്കുന്ന, നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന എല്ലാം യേശു കുരിശിൽ ചുമന്നു. എന്തിന്? എന്റെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ എപ്പോഴും അവർക്ക് സന്തോഷം നൽകണം. അതിനവരുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് കുരിശിലെല്ലാം ചുമന്നു തീർത്തു. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഭർത്താവിനെക്കുറിച്ചുള്ള ദുഃഖമാണോ? ഭാര്യയെക്കുറിച്ചുള്ള ദുഃഖമാണോ? മക്കളെക്കുറിച്ചുള്ള ദുഃഖമാണോ? പണത്തെക്കുറിച്ചുള്ള ദുഃഖമാണോ? ആരോ തെറ്റായി സംസാരിക്കുന്നു എന്ന ദുഃഖമാണോ? ഒരു തോൽവിയെക്കുറിച്ചുള്ള ദുഃഖമാണോ? എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? എല്ലാം യേശു അന്ന് തന്നെ കുരിശിൽ ചുമന്നു കഴിഞ്ഞില്ലേ? എന്തിന്? നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി. നിങ്ങൾ സന്തോഷിച്ചാൽ എന്താകുമെന്നറിയാമോ? നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുവിൻ, യഹോവ വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ സന്തോഷിച്ചാൽ യഹോവ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന്. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ എന്താണർത്ഥം? യേശുവിന്റെ മേൽ വിശ്വാസമുള്ളവരായിരിക്കുന്നു. എല്ലാം ദൈവം നോക്കിക്കൊള്ളും, ഞാൻ എന്തിനു വിഷമിക്കുന്നു എന്ന്. ആ വിശ്വാസത്തെ മാനിച്ചാലേ യേശുവിന് അത്ഭുതം ചെയ്യാനാവൂ. ദുഃഖിച്ചിരുന്നാൽ എന്താണ് അർത്ഥം? നിങ്ങൾ അവിശ്വാസമുള്ളവരായിരിക്കുന്നു. യേശുവിന്റെ മേൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ ദുഃഖിച്ചിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്ഭുതം നടക്കുകയില്ല. എപ്പോഴും ദൈവത്തിൽ സന്തോഷത്തോടെ ഇരിക്കൂ. സന്തോഷത്തോടെ ഇരുന്നാൽ രാവിലെ ദൈവസന്നിധിയിൽ ചെല്ലണം, വേദവചനം ധ്യാനിക്കണം, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. അങ്ങനെയുള്ള ഒരു ജീവിതം, യേശുവോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല. ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തോടൊത്ത് ജീവിച്ച് ശീലിക്കൂ. ദൈവത്തിന്റെ കൂടെയിരിക്കൂ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കൂ. ഓരോ നിമിഷവും എപ്പോഴും സന്തോഷത്തോടിരിക്കാനാവും. എങ്കിൽ ഇന്ന്, ദൈവമേ, ഇനി ഞാൻ വ്യാകുലപ്പെടില്ല, ദുഃഖിക്കില്ല, ഭയപ്പെടുകയില്ല. ഞാൻ എപ്പോഴും അങ്ങയിൽ സന്തോഷിക്കും. എനിക്ക് യേശു ഉണ്ട് എന്ന് സന്തോഷത്തോടിരിക്കും. നിങ്ങളെ സമർപ്പിക്കുമോ? ഇന്ന് തന്നെ യേശു നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങയുടെ വാക്ക് പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയിൽ സന്തോഷത്തോടിരിക്കും. അങ്ങ് എനിക്കായി മരിച്ചുയർത്തെഴുന്നേറ്റ് എന്റെ കൂടെയുണ്ട്. അങ്ങയിൽ സന്തോഷിച്ച് ആനന്ദിക്കും. ആ സന്തോഷത്തെ ആർക്കും എടുക്കാനാവില്ല. ആ സന്തോഷത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.
ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ